എല്ലാവർക്കും നമസ്കാരം. എന്നാൽ എവിടെയാണ് തിന്നത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഇന്നലത്തെ വെറുതെ ഒത്തിരിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഞാൻ മാസ്റ്ററിൻ്റെ കേട്ടോ അത് ഓരോന്നില്ല. അപ്പോൾ ഞാൻ ഇമോട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഏത് ഇമോട്ടാണെന്ന് അറിയുന്നത്. കുറേ കിട്ടി അത് ഈ കൊടിയിട്ടൻ്റെ ഇമോട്ടാണ്. അങ്ങനെ ഞാനാണെങ്കിൽ കൊടിയിട്ട ഇമോട്ട് കാണാക്കി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഇന്നത്തും കളിക്ക് നോക്കുമ്പോൾ നമ്മൾ സ്മൂത്തിനെ വിളിച്ച് കളിക്കും. സ്മൂത്ത് കളിക്കാൻ വിളിച്ചപോലെ എൻ്റെ ടീമിൽ ഓടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്തോന്ന് കളിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ കുറേ ഡാൻസ് ടൈപ്പ് ചെയ്യാനൊക്കെ വിചാരിച്ച് ടൈപ്പ് ചെയ്യാൻ ടൈപ്പ് ചെയ്ത് എന്താ കളിക്കുന്ന ചോദിക്കാൻ വിചാരിച്ചു. ഞാൻ ടൈപ്പ് ചെയ്ത് അപ്പോൾ അമ്മമാർ എന്താ കളിക്കുന്നതെന്ന് ചോദിച്ചാൽ കളി റിപ്ലൈ ഒന്നും വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര സൗണ്ട് പ്രോബ്ലം ഉണ്ടായിരുന്നിട്ടാ. മൈക്ക് ഉണക്കുന്നുണ്ടോ ഒരു എന്നെ വിളിച്ചാൽ പോയി കഴിച്ച്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് വിളിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് സി എസ് വെറുതെ ഒന്ന് കളിച്ചായിരുന്നു കേട്ടോ. ഞാൻ എന്നാലും ഓപ്പോസിറ്റ് ഇരുന്ന് എന്തായാലും അത്യാവശ്യം കളിക്കുന്നത് ഇപ്പം നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരുന്ന് ഫുൾ മാസ്റ്റർ എമി വേറെ നമ്മളെ ശരിക്കും അങ്ങനെ നോക്കണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കപ്പ ഓപ്പോസിറ്റ് കിട്ടില്ല പ്ലേസ് ഞാൻ വിചാരിച്ചില്ല, വെറുതെ സ്റ്റാർട്ടാക്കിയതായിരുന്നു. ഒരു കിഡിലും പ്ലേസ് തന്നെയാണ് വന്നത്. എന്തായാലും ഇപ്പം മുമ്പൊന്ന് മാസം വിചാരിച്ച് ഞാൻ നേരെ എന്തായാലും ഫൈറ്റ് അടിക്കണം. അതിന് റഷ് അടിക്കാൻ വിചാരിക്കുമ്പോഴത്തേക്ക് പുറത്ത് റഷ് അടിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വടിഞ്ഞതിന് ശേഷമാണ് ഇന്ന് വട്ടാ പഠിക്കുക. അപ്പോൾ വട്ടാ പഠിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി വീഡിയോ വണ്ടാ കളി വരപ്പ് ഞാൻ എന്തായാലും കിടുക്കൽ 1v4 എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കിടക്കൊരു 1v4 എടുക്കണമെന്നൊക്കെ ഉണ്ടായിട്ടില്ല. ഞാനാണെങ്കിൽ ഇവിടുന്ന് എടുക്കണമെന്നൊക്കെ ഇവൻ നോട്ടാ പഠിച്ചാണ് ഉള്ളതൊക്കെ പോകുന്നത്. ഉള്ള എഴുതിയിലായിരുന്നു പെട്ടെന്ന് അവൻ്റെ ക്യാരക്ടർ സ്കില്ല് പെട്ടെന്നാണെങ്കിൽ അവനെ കുത്തിപ്പിടിച്ച് പോകുന്നതാണ് ചോദിച്ചത്. എന്തായാലും ഇവൻ എന്തായാലും അടിച്ച് റിമോട്ട് ഇടുന്നുണ്ടാവും കേട്ടോ. ഓപ്പോസിറ്റ് ഗ്രാൻഡ് മാസ്റ്റർ പ്ലേയേഴ്സ് ആയിരുന്നു കേട്ടോ. ഓപ്പി മാസ്റ്റർ അതായത് ഞാൻ എന്തായാലും അടുത്ത ദിവസം നല്ല ലോബിയും കാര്യങ്ങളൊക്കെ എന്തായാലും കംപ്ലൈൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാനാണെങ്കിൽ വിളിച്ചിട്ടുണ്ട്. വിഷയം പ്ലേസ് ആണെങ്കിൽ എൻ്റെ ഒരു കില്ല് കിട്ടി നോക്കട്ടെ. ഒരു കില്ല് കിട്ടിയിട്ടുണ്ട്, നമ്മൾ 2 നോക്കിയിട്ടുണ്ട്. എന്തായാലും ഇവൻ നമുക്ക് ലോബി ഞങ്ങളൊക്കെ വേണ്ടി 2 ഞാൻ വണ്ടാ പഠിച്ചെങ്കിലും ക്രിമിനൽ നല്ല എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം 61 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇവൻ വണ്ടാ പഠിക്കാൻ ചാൻസുണ്ട്. ഇവൻ്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ കൊണ്ട് വണ്ടാ പഠിക്കുന്നു തോന്നുന്നു. അപ്പം എന്തായാലും അല്ലെങ്കിൽ ഫ്രണ്ട് ആക്കണം ആഗ്രഹമുള്ളവർ എന്തായാലും ഞാൻ എന്തായാലും എൻ്റെ ഐഡിയും കാര്യങ്ങൾ കാണിച്ചു തരാം. റിക്വസ്റ്റ് ഇട്ടെന്തായാലും അവൻ്റെ പേരെന്തായാലും ഇതിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ കമൻറ്റ് ഇടുകയാണെങ്കിൽ അതിൽ എന്തായാലും ഫ്രണ്ട് ആക്കണം. ഊഫ് ഗൈസ് അമ്പിരിയാണ് അവൻ എന്തോന്നാണ് കഴിക്കുന്നത്. ഫസ്റ്റ് കൊണ്ട് ഓരൻ്റെ അടുത്ത് മൊയമ്മ അവസ്ഥയാണ് കേട്ടോ. മൊയമ്മ എന്തായാലും ഏത് ഗണ്ണ് വെച്ചിട്ട് എനിക്കറിയില്ല കേട്ടോ. ഈ GH വെച്ച് ഹെഡൊക്കെ കയറുമെന്ന് എനിക്കറിയില്ല. ഗൈസ് എല്ലാവരും കമൻറ്റ് ചെയ്യും GH വെച്ച് ഹെഡ് അധികം കയറുമോ. ചതിക്കരുത് ഗൈസ്. അതോ ഹെഡ് കയറിയില്ലെങ്കിലോ. ഞാൻ റഷറാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കിട്ടിക്കാൻ പ്ലെയർ എന്ന ഒരാളൊക്കെയാണ്, അല്ലാണ്ട് വലിയ പ്ലെയറൊന്നുമല്ല കേട്ടോ. ഞാനൊരു 85 ലെവലിൻ്റെ അടുത്ത് കയ്യിൽ പറ്റിയേക്കും. അതേമാതിരി ചേട്ടനപ്പോൾ ഒരു 1v1 കളിച്ച് എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള കേട്ടോ. വെറുതെ പറഞ്ഞു ഗൈസ് 27 നമുക്ക് കയറി. പക്ഷെ ഞാൻ പ്രതീക്ഷ അത്രയൊന്നും വന്നില്ല കേട്ടോ. എന്തായാലും ടോപ്പ് അങ്ങനെയൊക്കെ എടുക്കണം. അല്ലാണ്ട് റെഡി വിചാരിച്ചിരിക്കുമ്പോഴാണ് അത്ര ഫുള്ള് എനിമി. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മെല്ലെ എടുക്കാൻ ചെയ്യുമ്പോൾ കൈ നിൽക്കാം. അപ്പോൾ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരുത്ത ഇവിടെ ഉണ്ട്. ഞാൻ അതിൻ്റെ മണക്കുറൊക്കെ ചാടിച്ചാൽ എസിലൂട്ടാക്കി കേട്ടോ നമ്മൾ പോകണം. തിരുക്കം കണ്ണാണ് പോകുന്നത്. നമ്മൾ ഷോർട്ട് റേഞ്ച് വീക്കണം, ലോങ് റേഞ്ച് വീഴ്ച എസിലൂട്ട് ആക്കിക്കൊണ്ട് തന്നെ അവൻ അങ്ങോട്ടാണ് പോയി തോന്നുന്നു കേട്ടോ. അപ്പം എന്തായാലും നേരെ ഞാൻ അങ്ങോട്ട് പോകാൻ വിചാരിച്ച് നേരെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും പെട്ടെന്ന്
ഒരു ഫുൾ റെഡ് തന്നെയായിരുന്നു ഇട്ടത്. നമുക്ക് നെസ്സിലോട്ട് ആക്കി അടിച്ചതായിരുന്നു. അപ്പോഴത്തെ മിരട്ടമായി അന്ന് അടിച്ച് ഭൂമി കഴിച്ചു. എന്തായാലും നല്ല ലോബിയാണ് കേട്ടോ. ഷക്കായോ അക്കായോ ഇതൊക്കെ പേരാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഈ കളി UMP ഇത് കുറച്ച് മാസം കാണിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല UMP കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ദർശു ഫയർഫോർസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ചാനൽ എന്തായാലും ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ ചാനൽ. അതുകൊണ്ട് എന്തായാലും അത് സബ്ബൊന്നും ആയിട്ടില്ല. 1-2 ആയിട്ട് ഒരാൾക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരു മാസം ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ വീഡിയോസ് അപ്ലോഡ് ചെയ്തല്ലേ. എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഗ്രനേഡൊക്കെ വെച്ചെറിയാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ. പെരട്ടൊന്നും അപ്പുറം കയറുന്നല്ലേ വരുന്നത്. ഫ്രണ്ട് നിന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ സേഫ്റ്റി കൊണ്ടിട്ടാണ്. പക്ഷെ അത് എവിടെ നിന്നുള്ള സെറ്റാക്കാം. ഫ്രണ്ടിൽ നിന്നാന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും ഫ്രണ്ടിൽ തന്നെ ശരി. ഇത് ഞാൻ തീർത്തിട്ടുണ്ട്. ഞാൻ അടുത്തൊക്കെ നമ്മളെ കാണണ്ടൊക്കെ ഉണ്ട്. അത് കാണാത്തതാണ് ഞാൻ പിന്നെ ബാക്കോട്ട് തന്നെ ഇറങ്ങിയിട്ട് ഹീൽ ചെയ്യുക വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് ഹീൽ ചെയ്തതിന് ശേഷം ഞാൻ ടോപ്പിലോട്ട് ഒന്ന് പോയിട്ടു. ഇവിടെ പോയപ്പോൾ അവൻ അടി ഇട്ടുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്മളെന്തായാലും ദേശത്തിലോട്ട് മാറ്റി റേഞ്ച് ആക്കിയ ശേഷം ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്. ഇവിടെ നിന്നൊരു കിടക്ക കൊണ്ടാ കുടിക്കാൻ വിചാരിച്ചു. ഒരു ഫീൽഡിലെ ഫുൾ റോഡ് അടിക്കുള്ള സ്പീഡ് ചെയ്യാൻ നിൽക്കുക കേട്ടോ. പിറകുന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഗ്ലൂവാണ് അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ. ഇറങ്ങി പറഞ്ഞ് ഞാൻ കിട്ടിക്കാൻ ഡാം എടുത്തു. കിട്ടിക്കാൻ ഫുൾ റോഡ് കിട്ടിക്കാൻ ഫുൾ റോഡ് മേടിച്ചാണ്. അപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ ആ തടിയിലായിരുന്നു കൊണ്ടോട്ട് പോയിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവനാണ് ഫ്രണ്ടിൽ നിന്ന് വന്ന് അടിച്ച് കഴിച്ചു. എന്തായാലും ഇവിടെ AWM UMP മറ്റേ UMP ഇല്ല വേണ്ട. ഓ കൊമ്പോ എൻ്റെ ഒരു ഒരേ ഗണ്ണാണ് കേട്ടോ. പക്ഷേ UMP അവനെന്തായാലും ഇമ്മ ഡാമൊക്കെ കയറുള്ളൂ. ഞാനെന്തായാലും അടിച്ചിട്ട് ചിക്കരുത് കേട്ടോ. മറ്റേ ഭൂമി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അവനെ. എന്തായാലും അമ്മ ഷോപ്പൊക്കെ ഇറക്കിയല്ലേ. നമുക്കൊന്ന് തിരിച്ച് AWM വെച്ച് മാത്രമാണ് തുറന്നു വെച്ചു. എന്താ AWM സ്കിൻ നോക്കുമ്പോഴാണെങ്കിൽ തന്നെ AWMൻ്റെ മറ്റേ എന്താ പറയുക സ്കില്ലുണ്ട് കേട്ടോ. AWMൻ്റെ സ്കില്ലുകൾ സ്വിക്കുമ്പോൾ എന്തായാലും നമ്മൾക്ക് മാത്രമാണ് ചെയ്യാം. സൗണ്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ക്ഷമിക്കുക. ഞാൻ അപ്പം എൻ്റെ വീട്ടിലല്ല ഗൈസ്. ഞാൻ അപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ ഇവിടം കാര്യങ്ങളൊക്കെ എൻ്റെ മാമൻ്റെ വെക്കേഷൻ ഇല്ലേ. ആരൊക്കെ മാമൻ്റെ കൂടെ പോകുന്നത് ജസ്റ്റ് ഉണ്ടല്ലോ. അല്ല അമ്മേൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് അടിക്കാം. പോയിട്ടൊക്കെ നിർത്ത്. അതാണ് കിഡിക്ക മണ്ടാപ്പ്. ഒരു കിഡിക്ക മണ്ടാപ്പ്. കിഡിക്ക മണ്ടാപ്പ് അടിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ വിളിച്ചാൽ കിഡിക്ക വരുന്ന അടിച്ചിട്ട് ഇത് എനിക്കിട്ടതാണ്. എൻ്റെ 2 വർഷം നമുക്ക് ഹെൽമെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു കിടിക്ക മണ്ടാപ്പ് അടിച്ചെങ്കിൽ പെട്ടെന്നൊരു മൈലും മരുന്ന് അടിയിട്ട് കളഞ്ഞിട്ടോ. പിന്നെയാണെങ്കിൽ എൻ്റെ ഡീമേറ്റ് കാര്യങ്ങളൊക്കെ റിവൈവ് ഒക്കെ വന്നു. പിന്നെ അവനെ എഴുന്ന് അടിച്ചെന്ന് എനിക്ക് കണ്ടതുമില്ല. കയറി വന്നാണ് ഞാൻ എൻ്റെ അടുത്ത് കിട്ടിയാടൊക്കെ വെച്ചിട്ട് അവിടെ എന്താ ദിവസം സ്റ്റോപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ റെഡും കാണുന്നു. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ മുകളിലെ മണ്ടത്തിന് അത് ഇനിമിരുന്നോ മനസ്സിലാവണില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഈ കളിച്ചത് കുറേ ആയി. ഇടക്കിടക്കൊക്കെ ഒന്ന് കളിച്ചു. ഞാൻ പറയുന്ന ഏടാളും കിട്ടിയിട്ടില്ല. അടിയടിയും കിട്ടും. എല്ലാം UMP തന്നെ പോയി തീർക്കുന്നുണ്ടോ. എന്തായാലും ഇവിടെ 1v1 കളിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ കമൻറ്റ് ബോക്സിൽ യുവേഡിയും പിന്നെ അടിച്ച് വെച്ചേക്കാം. ഞാൻ എന്തായാലും റിക്വസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. അല്ലേ എൻ്റെ യുവേഡി എനിക്ക് റിക്വസ്റ്റ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നമ്മളെ നെയിമൂട്ട് വെച്ച് വെക്കാം. ഞാനെന്നാലും അത് നോക്കുന്നുണ്ട്. കുറേ അതിനെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട്ലീസ് ഫുള്ളാണ്. പിന്നെ കുറേ ഓൾഡ് ഫാഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒഴിവാക്കി എന്തായാലും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്തായാലും കേട്ടി കാണും. എന്തായാലും എത്ര സമയം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 9 മിനിറ്റോ അങ്ങോട്ട് AWM കേട്ടോ. ആദ്യം തന്നെ വെടിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ AWM എടുക്കണം. ഇവിടെ നോക്കുമ്പോൾ ഒരു വായ ഇവിടെ നേരെ എൻ്റെ ടീമിൻ്റെ അടി കൊണ്ട് ചേർത്ത് കളിക്കുന്നു. അതൊരു മോയമായ അവസ്ഥയായി. എന്തായാലും ആ ടീം ആ സ്കോറിനും കാര്യങ്ങളും എന്തായാലും ഈ കളിയോടെ നമ്മൾ ജയിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ വെക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ബാക്കോട്ട് വലിഞ്ഞിട്ട് അടിച്ച് വിചാരിച്ച്
ജസ്റ്റൊക്കെ ഒന്ന് ബാക്കോട്ട് വലിഞ്ഞിട്ട് അടിക്കുക ചേച്ചി. ബാക്കോട്ട് വലിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. വെക്ടർ ആയതുകൊണ്ടാണ് എനിക്കൊരു പേടിയില്ല കേട്ടോ. അതാണ് AW കയ്യിൽ പെട്ടെന്ന് ലഭിച്ച് കൊടുക്കാനും പറഞ്ഞു. ഞാനാണെങ്കിൽ അങ്ങനെ ടൈം കൊടുക്കത്തില്ല. വെക്ടറാണ് അങ്ങോട്ട് കയറിയുന്നു. പെട്ടെന്ന് എന്തായാലും അങ്ങനെ വന്നുകൊണ്ട് തന്നെ അവൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവനാണെങ്കിൽ തന്നെ നല്ല ഡാമ് കൊണ്ടിട്ട് അവനെ നോക്കാക്കി. അവൻ ഡിമിത്രി ആണോ അവൻ ഡിമിത്രി അല്ലേ. ഇങ്ങനെ തന്നെ ആ റൗണ്ട് നമ്മൾ ജയിച്ച് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ തോറ്റുപോയി. ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ ഈ കളി MP40 ഇങ്ങനെ കത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ സമയം കൊണ്ട് എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. ഇപ്പം എല്ലാവരും ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഞാൻ മിണ്ടിക്കൊണ്ട് കളിക്കണോ അല്ലാണ്ട് സൗണ്ട് മിണ്ടാണ്ട് അടിക്കുന്നതാണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിക്കാം. നേരത്തെ വന്ന വെക്ടർ പിന്നെയും നമ്മൾ അടിച്ചു പോകുന്നത്. ഇത് കണ്ട കരി കയറി എനിക്കാണ് ഭയങ്കര ദേഷ്യവും കാര്യമൊക്കെ വന്നു കേട്ടോ. പിന്നെ ഇവിടെ പിന്നെയാണെങ്കിൽ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും അവനെ എന്തായാലും വെക്ടർ തന്നെയാണ് കൊണ്ടുപോകണം. അല്ലല്ല അവനല്ല ഗ്രോസിയാണ്. എന്തായാലും അടുത്തതിന് അവനെ കിട്ടുകയാണെങ്കിൽ അവൻ അടിച്ചിട്ട് ഇമോട്ട് ഉറപ്പാണ്. പക്ക ഇമോട്ടാണ് അല്ലേ മാസമാണ് ഇമോട്ട്. മേഘാലിനൊക്കെ വന്നിട്ടോ ഒരുപാട് ഇട്ടു അടിച്ചിട്ട്. ഇവനാട്ടോ ആള്. എവിടെ അവനെവിടെ ഒരു മാക്രിത്തലയും വെച്ചുകൊണ്ട് ഒരു ഉള്ള ചിരിയും വെച്ചുകൊണ്ട് വരവുണ്ട്. കൂടെ എന്തായാലും ആളെ കിട്ടിയ ആളെ വേണമെന്ന് വെച്ചാൽ നല്ല കിട്ടിയതാണ് കഴിച്ചു. കഴിഞ്ഞ റൗണ്ട് കഴിഞ്ഞല്ല എൻ്റെ റൗണ്ട് നല്ല കിട്ടിയിരുന്നു. ഈ പിരാമ കിട്ടുന്നില്ല എൻ്റെ അവസ്ഥ. എന്തായാലും ഞാൻ എന്തായാലും അവൻ തീർത്തേ പറ്റുള്ളൂ. ഈ കളി തോറ്റാൽ മനം പോകും. എന്തായാലും ഞാൻ വീഡിയോയിലാ ഇതെന്തായാലും ഞാൻ സൗണ്ട് ഒന്നും പറഞ്ഞോണ്ടായിരുന്നു കേട്ടോ. ഇവനാണെങ്കിൽ ഇവിടെ SVD വെച്ച് കുത്തിപ്പിടിച്ച് ഒരുത്തനെ നോക്കാക്കിയിട്ട് അത് അവനായിരുന്നിട്ടാ. അപ്പം എന്തായാലും എനിക്ക് അവനെ ഡിമോടെ പറ്റില്ല. അവനെ റിവൈവ് ആക്കാൻ പോകുന്നുണ്ട്. ഒരു ഊക്കങ്ങൊക്കെ അങ്ങോട്ട് പോണ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് അടിക്കാനില്ല. തലേന്ന് നോക്കി അടിച്ചാൽ പിന്നെ നമ്മളെ ഏജ് ഗെയിംസും പറഞ്ഞ ബാക്കികൾ എല്ലാവർക്കും കൂടെ ഇന്നും എന്താ വെച്ചാൽ ഊക്കം കൂടെ ആകുമ്പോൾ തലേനെ വെള്ളമെടുക്കാൻ ഹെഡ് കയറുന്നതാണ് കേട്ടോ. ഇത് മാസത്തിൽ തന്നെ അടിച്ച് തീർക്കാൻ കഴിച്ചു. എൻ്റെ അനിയനാണ് റൂമുകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഏതോ വായ നോക്കി തലേ ഇതൊന്നും എനിക്ക് അടിക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് അധികം അങ്ങോട്ട് കഴിക്കും ഞാൻ പിന്നെ എന്തായാലും അവനെ നോക്കാക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ ആ കില്ല് വീശാക്കാം. എന്തായാലും സന്തോഷം നമ്മൾ ഈ കളി എടുത്തെന്ന് വെച്ചാൽ ശരിക്കും ആടൊരു മറ്റാനാണ് കിടക്കുക വരാം. പിന്നെ ഓരോ എത്ര വർഷം ഇടാൻ പറ്റും? 2 വർഷം ഇടാൻ പറ്റുമോ? 3 വർഷം ഇടാൻ പറ്റുമോ? നേരം പോയപ്പോൾ മാറിയിട്ട് ഞാൻ കിട്ടിക്കറ്റില്ല ഒരുമോട്ടും കഴിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാവരും ഈ കളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കഴിച്ചു. അപ്പം എന്തായാലും അത്രയും നമ്മളെ വീഡിയോ തന്നെ കിസ്മി DH സൈനിങ് ഓഫ്. പിന്നെ എല്ലാവരും മറക്കല്ല ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് അടിക്കാനും. പിന്നെയാണ് ഇതാണ് എൻ്റെ ഐഡിയയും കാര്യങ്ങൾക്കും. എന്തായാലും